السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إياك نعبد وإياك نستعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തുസൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യത്തിന്റെ രൂപത്തിൽ മനസ്സിലാക്കുവാനും അസത്യത്തിനും അധർമ്മത്തിനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു നൂറ്റാണ്ട് കാലത്തോളം കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ അത് ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തികളിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിന്താധാരകളിലേക്കോ ചിന്താസരണികളിലേക്കോ ഒന്നുമല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആരെന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഒരു മടിയും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം അജയ്യമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ മതസംഘടനകളും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ടു പോയതാണ്. ഈ പ്രസ്ഥാനം ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച ആശയാദർശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തിൽ നിന്നും വേറിട്ടു പോയവരാണ് ഈ അവസാനം പിറവിയെടുത്ത വിസ്ഡം വരെയുള്ള സംഘടനകളൊക്കെ. ഇന്നിന്റെ ചോദ്യത്തിന് സമൂഹത്തിന്റെ മുന്നിൽ പ്രമാണബദ്ധമായി പ്രതികരിക്കാൻ ഏത് മേഖലയിൽ നിന്നുയരുന്ന ഇസ്ലാമിനെതിരെയുള്ള മുവഹിദീങ്ങൾക്കെതിരെയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായി പ്രമാണബദ്ധമായി പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിലുണ്ട് എങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനമാണ്. അതിനു കാരണം ഈ പ്രസ്ഥാനം അതിന്റെ ആശയങ്ങളും ആദർശങ്ങളും പ്രമാണബദ്ധിതമാക്കിയത് കൊണ്ട് മാത്രമാണ്. ഏതൊരുത്തന്റെ മുന്നിലും തല ഉയർത്തിക്കൊണ്ട് ഇസ്ലാമിനെതിരെ വരുന്ന എതിർപ്പുകളെ ധൈര്യപൂർവം നേരിടാനുള്ള കരുത്ത് വ്യക്തമായ പ്രമാണത്തിന്റെ പിൻബലമുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ശത്രുക്കൾ ഈ പ്രസ്ഥാനത്തെയും ഈ പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരെയും ഭയപ്പെടുന്നത്. ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കേരളത്തിൽ എന്നല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ദീന് യഥാർത്ഥമായി പ്രബോധനം ചെയ്യുന്ന ഒരു സംഘത്തെ റബ്ബ് ഇവിടെ നിലനിർത്തും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അവർ അതിജയിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം തൗഹീദിൽ പിഴവ് പറ്റിയത് ആർക്കാണ് എന്നാണ്. മുകളിൽ ഞാൻ പറഞ്ഞതുപോലെ പരിമിതമായ അറിവിന്റെയും സമയത്തിന്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2012 കേരള നദുവത്തുൽ മുജാഹിദീന്റെ ഉള്ളിൽ നിന്നും പുറത്തുപോയ ഒരു വിഭാഗമാണ് പിന്നീട് രൂപപ്പെട്ട ഒരു നാമധേയത്തിൽ അറിയപ്പെട്ട ഒരു സംഘടനയാണ് വിസ്ഡം. 2012 മുന്നേ തന്നെ
ഒരു 2008-2009 കാലങ്ങളിൽ തുടങ്ങിയതായിരുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ തന്നെ ഇന്ന് അവർ വിസ്ഡത്തിന്റെ നേതാക്കന്മാരാണ്. അവർ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർക്കെതിരെ രഹസ്യമായ നീക്കങ്ങൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. അവർ ഒരു ഗ്യാങ്ങിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ CP സലീമും അതുപോലെ ഹാരിസ് ബിൻ സലീമും TK അഷ്റഫും സയ്യിദ് മുഹമ്മദ് ഷാക്കിറുമൊക്കെ വ്യക്തമായ ഒരു അജണ്ടകളോട് കൂടിയിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിൽ ഒരു ചാവേറാക്കുക മാത്രമാണ് സക്കരിയ സ്വലാഹിയെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചത്. നിരന്തരമായി സക്കരിയ സ്വലാഹിയോട് ഇനി ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, തുറന്നു പറയാൻ സമയമായില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ സക്കരിയ സ്വലാഹിയെ കൊണ്ട് പറയിപ്പിക്കുന്നതിൽ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ എന്ന കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുകയും കേരള ജമിയത്തുൽ ഉലമയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മദീനത്തുൽ ഉലൂം അറബിക് കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ചെയ്തികൾ മുഴുവനും പറയാൻ ഇപ്പൊ സമയമില്ല. മുഴുവനും പറയാൻ ഇപ്പോൾ സമയവുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. മറ്റൊരവസരത്തിൽ ഇൻഷാ അല്ലാഹ്. അപ്പോ ഇതിന്റെ തുടക്കത്തിലുള്ള ബഹുമാന്യനായ സാജിദ് തിരുരങ്ങാടിയെ പോലെയുള്ള ആളുകളെ പിന്നിൽ നിന്ന് രഹസ്യമായി നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീനെതിരെ സംസാരിപ്പിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ഒരു ഗ്യാങ്ങിനെ ഇവർ സൃഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട്. എല്ലാം ഏകദേശം സെറ്റാണ് എന്ന് കണ്ടപ്പോൾ മാത്രമാണ് 2012 ഇവരെല്ലാം അങ്ങ് പുറത്തേക്ക് മാറിയത്. 2012 മുതൽ 2018 കാലഘട്ടത്തിൽ ഊണും ഉറക്കവുമില്ലാതെ രാവും പകലുമില്ലാതെ വിസ്ഡത്തിന്റെ ഹുസൈൻ സലഫിയെ പോലെയുള്ള സക്കരിയ സ്വലാഹിയെ പോലെയുള്ള CP സലീമിനെ പോലെയുള്ള അബ്ദുറഹ്മാൻ അൻസാരിയെ പോലെയുള്ളവരെ അമിതമായി വിശ്വസിക്കുകയും അവർ തെറ്റായ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കുകയില്ല എന്ന ദൃഢമായ വിശ്വാസമായിരുന്നു ഈ ഉള്ളവനെ വിസ്ഡത്തിൽ ഉറപ്പിച്ചു നിർത്തിയത്. വിസ്ഡം എന്ന സംഘടനയിൽ പ്രവർത്തിക്കാൻ പ്രേരിതമാക്കിയ മുഖ്യ ഘടകം അതായിരുന്നു. കാരണം കിതാബുകളിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ല, ഈ പണ്ഡിതന്മാരൊന്നും നമ്മെ പറ്റിക്കില്ല എന്ന തോന്നൽ മാത്രമായിരുന്നു. അങ്ങനെ നിരന്തരമായി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയുമുള്ള ചർച്ചകളിൽ ചില കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ പതിക്കുന്ന ചോദ്യങ്ങൾ പലരിൽ നിന്നും ഉയർന്നു. അപ്പോഴും നഖശികാന്തം കേരള നദ്വത്തുൽ മുജാഹിദീനെയും അതിന്റെ പ്രബോധകരായ അനീഫ് കായക്കൊടിയെ പോലെയുള്ള അനസ് മൗലവിയെ പോലെയുള്ള അബ്ദുറഹ്മാൻ സലഫിയെ പോലെയുള്ളവരെ നഖശികാന്തം എതിർത്തു. പല്ലും നഖവും ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർക്കെതിരെ ചെയ്തു. മനസ്സിൽ തട്ടിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ മനസ്സ് പിടയുകയായിരുന്നു. അങ്ങനെ ഇവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വിസ്ഡത്തിന്റെ നേതാവായ CP സലീമിന്റെ നമ്പർ കിട്ടുകയും അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിക്കുകയും ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട്, സലീം ക, ജിന്നിനോട് സഹായം ചോദിച്ചാൽ എന്താണ് അതിന്റെ വിധി? അദ്ദേഹം എടുത്തപാട് പറഞ്ഞു, നമ്മൾ അങ്ങനെ സഹായം ചോദിക്കാൻ പറയുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, നമ്മൾ ചോദിക്കാൻ പറയുന്നില്ല. ഒരാള് ജിന്നിനോട് സഹായം തേടി, നമ്മൾ സഹായം തേടാനോട്ട് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരാള് ജിന്നിനോട് സഹായം തേടി, എന്താണ് അതിന്റെ വിധി? അപ്പൊ അദ്ദേഹം എനിക്ക് പോസ്റ്റ് തന്നത് അനസ് മൗലവിയുടെ ഒരു 2 ക്ലിപ്പാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സലീം ക, ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് അനസ് മൗലവിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കാൻ വന്നത്. എനിക്ക് തെളിവ് അനസ് മൗലവിയുടെ ഈ ക്ലിപ്പാണോ? ഇതാണോ നമുക്കുള്ള പ്രമാണം? പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഈ പറയുന്നതിൽ നിന്ന് ഒരു തെളിവില്ലേ സലീം ക? അപ്പോ ഈ CP സലീം എന്ന് പറയുന്ന ഈ വ്യക്തി എന്നോട് പറഞ്ഞത്, ഇനി നിങ്ങൾ അവരുമായി ചർച്ചയ്ക്ക് പോകണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതാണോ സലീം ക അതിനുള്ള മറുപടി? എന്നെ ബ്ലോക്ക് ചെയ്തു. തുടർന്ന് ഈ ഉള്ളവന്റെ ഏറ്റവും ഒരു ജ്യേഷ്ഠന് തുല്യം ഞാൻ സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂര്. ഇദ്ദേഹത്തെ വിളിച്ചു, ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ വാക്കുകൾക്ക് റബ്ബ് സാക്ഷിയാണ്, ഞാൻ ഈ സംസാരിക്കുന്നതിന് റബ്ബ് സാക്ഷിയാണ്. ഞാൻ അബ്ദുറഹ്മാൻ അൻസാരിയോട് ചോദിച്ചു, അൻസാരി, എന്താണ് അൻസാരി ഇതിന്റെ ഒരു വിധി? ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി എന്താണ്? അതിന്റെ ഹുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പങ്കുവെക്കാറുണ്ട്. മതപരമായതാകട്ടെ ഭൗതികപരമായതാകട്ടെ മറ്റു വിഷയങ്ങൾ, എന്ത് വിഷയങ്ങളായാലും തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളോട് അഭിപ്രായം തേടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നിങ്ങൾ ഇതിലൊരു വിധി പറഞ്ഞു തരണം എന്നാണ്. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു. റാഫി സൗദിയിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനുമായി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഈ വിഷയം അദ്ദേഹത്തോട് പങ്കുവെച്ചു. ആ സൗദി പണ്ഡിതൻ പറഞ്ഞത് പച്ചയായ ശിർക്കാണെന്ന്, പച്ചയായ ശിർക്കാണെന്ന്. അപ്പൊ ഞാൻ അൻസാരിയോട് ചോദിച്ചു, അൻസാരി, എന്നെ പോലെ ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഖുത്ബ കേൾക്കാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നവരിൽ അധിക പേരും ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവർക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങൾ അറിഞ്ഞ ഈ സത്യം എന്ന് ചോദിച്ചപ്പോ അബ്ദുറഹ്മാൻ അൻസാരി എന്നോട് പറഞ്ഞത്, റാഫി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 1-ാം തീയതി മുതൽ ഇന്ന് വരെയുള്ള എന്റെ തൗഹീദ് ഒന്നാണ്, ഞാൻ അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ ശിർക്കാകാത്തതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, അത് മതിയോ? അത് മതിയോ? നിങ്ങൾ വിശ്വസിച്ചാൽ മതിയോ? നിങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ജുമാ ഖുത്ബ കേൾക്കുന്നവർക്ക് ഇത് തുറന്ന് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ, നീ നിന്റെ നാട്ടിൽ മൈക്ക് കെട്ടി തന്നാൽ ഞാൻ അവിടെ വന്ന് തൗഹീദ് പ്രസംഗിക്കാന്ന് പറഞ്ഞു. എല്ലാവർക്കും പേടിയാണ്. എന്താ നഷ്ടപ്പെടുക, എന്തൊക്കെ നഷ്ടപ്പെടുമോ, അതല്ലെങ്കിൽ സമൂഹത്തിൽ ഇകഴ്ത്തപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ബേജാറാണ് പലർക്കും. സത്യം തുറന്നു പറയാൻ, സത്യം തുറന്നു പറയാൻ ഈ ചീഞ്ഞു നാറുന്ന ആദർശം, അതായത് ജിന്നുകളോടുള്ള സഹായതേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന ഈ ശിർക്കൻ വിശ്വാസം വലിച്ചെറിയാൻ പലർക്കും മടിയായിരിക്കുന്നത് എന്തൊക്കെയോ രഹസ്യങ്ങൾ അവരുടെ വിസ്റ്റത്തിന്റെ പല ആളുകളുടെയും കൈകളിലുണ്ട്. എന്ത് രഹസ്യങ്ങൾ ഉണ്ടായാലും, എത്ര നിങ്ങൾ താറടിച്ച് കാണിച്ചാലും, ഒറ്റക്കൊറ്റക്ക് നാളെ റബ്ബിന്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന ബോധം നിങ്ങളുടെ ഏതെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ മനസ്സിലുണ്ട് എങ്കിൽ, കത്തിയാളുന്ന നരകാഗ്നിയെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കപ്പെടുന്ന നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന ബോധം നിങ്ങൾക്കുണ്ട് എങ്കിൽ, പരിശുദ്ധമായ പരിഭാവനമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കണമെന്ന ആഗ്രഹം നിങ്ങളിലുണ്ട് എങ്കിൽ, യഥാർത്ഥമായ തൗഹീദ് നിങ്ങൾ ഉൾക്കൊള്ളുക. ഈ ശിർക്കൻ വിശ്വാസത്തെ പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുക. മനസ്സുകൊണ്ടെങ്കിലും വെറുത്തുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ പരലോക മോക്ഷത്തിന് നല്ലത് എന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളി മെമ്പറുകൾ നമുക്ക് ലഭിക്കും, അധികാരങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം നമുക്ക് ലഭിക്കും. എല്ലാറ്റിനും കഴിവുള്ളവനാണ് റബ്ബ്. സൂറത്തുൽ ആൽ ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അധികാരങ്ങൾ നൽകുന്നവൻ റബ്ബാണ്, അധികാരമില്ലാതാക്കുന്നവനും റബ്ബാണ്. പ്രതാപം നൽകുന്നവനും പ്രതാപമില്ലാതാക്കുന്നവനും ഒക്കെ റബ്ബാണ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അധികാര സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അത് തുറന്നു പറയാൻ മടി കാണിക്കുന്നുണ്ട് എങ്കിൽ, കാത്തിരിക്കുന്നത് കത്തിയാളുന്ന നരകാഗ്നിയാണ് എന്ന ബോധം യഥാർത്ഥമായ തൗഹീദ് ഉൾക്കൊള്ളാൻ പ്രേരണ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, അങ്ങനെ വിസ്റ്റം എന്ന സംഘടനയിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് പുറത്തേക്ക് ചാടി. തുടർന്നുള്ള ദിവസങ്ങളിലായിരുന്നു ഈ വിസ്റ്റത്തിന്റെ അഖീദയെ കുറിച്ച് ഒന്ന് മനസ്സിരുത്തി പഠിക്കാൻ തീരുമാനിച്ചത്. എന്റെ പഠനത്തിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് സമസ്തയെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള വികൃതമായ വിശ്വാസമാണ് ഇവരുടേത്. കോയിച്ചനയിൽ ഫൈസൽ മുസ്ലിയാർ നടത്തിയത് തീർത്തും പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനമാണെന്ന് ബോധ്യപ്പെടുകയുണ്ടായി. അത് ദുർവ്യാഖ്യാനമാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ അർത്ഥമല്ല. ഫൈസൽ മുസ്ലിയാർ സൂറത്തുൽ അൻആമിലെ 128 ആയത്തിന് പറഞ്ഞ അർത്ഥമല്ല ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടത്. അത് ദുർവ്യാഖ്യാനമാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? നാസർ സുല്ലമിയുടെ ചോദ്യം എന്തായിരുന്നു? മുസ്ലിം ജിന്നിനോടുള്ള സഹായ ചോദ്യം ഷിർക്കാകാത്തതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ചോദിച്ചത്. മുസ്ലിം ജിന്നുകളോടുള്ള സഹായ ചോദ്യം വസീലത്ത് ഷിർക്ക്, അതായത് ഷിർക്കാകാത്തതിന് പരിശുദ്ധ ഖുർആനിൽ നിന്നൊരായത്താ ചോദിച്ചത്. ആ ചോദ്യം കേട്ടപാട് ഫൈസൽ മുസ്ലിയാർക്ക് നല്ല വെപ്രാണമുണ്ടായി.
ആ ചോദ്യം ചോദിച്ച പാട് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് എന്താ? നല്ല ചോദ്യമാണ്, വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചോദ്യമാണ്. 100% ചോദ്യത്തെ പുകഴ്ത്തുകയാണ് ഫൈസൽ മുസ്ലിയാർ ചെയ്തത്. ഇത് പുകഴ്ത്തി പറയാനുള്ള കാരണം വെപ്രാളമായിരുന്നു. എന്ത് മറുപടി പറയുമെന്നറിയാതെ ഉള്ള ആ വെപ്രാളം, ആ വെപ്രാളത്തിനിടയിൽ പറഞ്ഞതാണ് ഈ ചോദ്യത്തിന്റെ മധു. പക്ഷേ ആ ചോദ്യത്തിന് ഫൈസൽ മുസ്ലിയാർ ഓതിയത് സൂറത്തുൽ അൻആമിലെ 128 ആയത്താണ്. ഈ ആയത്ത് വിശദീകരിച്ച ഒരൊറ്റ മുഫസ്സിറും ആ ആയത്തിൽ മുസ്ലിം ജിന്നുകളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് നൽകിയിട്ടില്ല. ആ ആയത്ത് തീർത്തും യാ മഅ്ശറൽ ജിന്ന് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശയാത്തീൻ, ശൈത്താന്മാരെയാണ്. അവിടെ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരിക്കലും ഒരു മുഫസ്സിറും മുസ്ലിം ജിന്നുകളെ പരാമർശിച്ചിട്ടേയില്ല. കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ കാന്തപുരത്തോട് മുജാഹിദ് പക്ഷത്തു നിന്നുള്ള ചോദ്യം, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരമായി കാന്തപുരം അബൂബക്കർ പറഞ്ഞത്, ഉണ്ട് മൗലവി, ഉണ്ട്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅ്ബദൂൻ. മുൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് നീ ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ പ്രവാചകന്മാരോട് സഹായം തേടുവാനുള്ള തെളിവാണെന്നാണ് കാന്തപുരം ഓതിയത്. ബാഹ്യാർത്ഥത്തിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അത് ഖുർആൻ ദുർവ്യാഖ്യാനമാണെന്ന് മനസ്സിലാകുന്നത് ചോദ്യം നോക്കുമ്പോഴാണ്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് തെളിവാണ് ചോദിച്ചത്. മുസ്ലിം ജിന്നുകളോടുള്ള സഹായ ചോദ്യം ശിർക്കാകാത്തതിന് ആയത്തോതാനാണ് പറഞ്ഞത്. കാന്തപുരത്തോട് പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് തെളിവ്. ഫൈസൽ മുസ്ലിയാരോട് ചോദിച്ചത് മുസ്ലിം ജിന്നുകളോട് സഹായം ചോദിക്കുന്നതിനുള്ള തെളിവ്, ശിർക്കാകാത്ത സഹായ തേട്ടത്തിനുള്ള തെളിവ്. ഫൈസൽ മുസ്ലിയാർ അവിടെ ചോദ്യത്തെ പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം ഓതിയത് സൂറത്തുൽ അൻആമിലെ 128 ആയത്താണ്. ആ ആയത്ത് വിശദീകരിച്ച ഒരൊറ്റ മുഫസ്സിറും സ്വീകാര്യ യോഗ്യമായ ഒരു മുഫസ്സിറും ആ ആയത്തിൽ മുസ്ലിം ജിന്ന് പെടുമെന്ന് പറഞ്ഞിട്ടില്ല. ആ ആയത്തിൽ മുസ്ലിം ജിന്ന് പെടുമെന്ന് പരാമർശിച്ചിട്ടേ ഇല്ല. പിന്നെ ഇതാണ് ദുർവ്യാഖ്യാനം. ഇപ്പോഴും സൂറത്തുൽ അൻആമിലെ 128 ആയത്ത് കേട്ടാൽ വിസ്റ്റങ്കാർ തല പോയ കൗങ്ങിന്റെ മേലെ കയറിയ മാതിരിയാ. ഒരിക്കൽ ഒരന്തം കിട്ടിയിട്ടില്ല ഈ ആയത്ത് എവിടെയാണ് ദുർവ്യാഖ്യാനിച്ചതെന്നോ എന്താണെന്നോ. ഈ അടുത്ത് ജുനൈദ് ഹിക്കമിയുമായി ഒരു ഗ്രൂപ്പിൽ സംവാദം നടത്തുന്നതിനിടയിൽ ഒരു വിസ്തംകാരൻ എന്നോട് പേഴ്സണലായി വന്നിട്ട് ചോദിക്കുക, ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ ആ ആയത്ത് എവിടെ, ആയത്തിന് അർത്ഥം പറഞ്ഞതിൽ എവിടെയാണ് ദുർവ്യാഖ്യാനം നടത്തിയത് എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു സഹോദര, ആയത്തിന്റെ അർത്ഥത്തിലല്ല ദുർവ്യാഖ്യാനം നടത്തിയത്. അങ്ങനെ എന്നെ പരിഹസിച്ച് ചോദിക്കുക, പിന്നെ എവിടെ ദുർവ്യാഖ്യാനം നടത്തിയതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഫൈസൽ മുസ്ലിയാർ ഈ ആയത്ത് ഓതിയത് വിഷയാവതരണത്തിൽ ഓതിയതാണോ അതല്ലെങ്കിൽ അവലോകനത്തിൽ ഓതിയതാണോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അവലോകനത്തിലും വിഷയാവതരണത്തിലും ഒന്നുമല്ല, നാസർ സുല്ലമിയുടെ ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നാസർ സുല്ലമിയുടെ ചോദ്യം എന്തായിരുന്നു? മുസ്ലിം ജിന്നിനോടുള്ള സഹായ ചോദ്യം വസീലത്ത് ശിർക്കാകുന്നതിന് തെളിവുണ്ടോന്ന്. ആ ചോദ്യത്തിന് ഉത്തരാണ് സൂറത്തുൽ അൻആമിലെ 128 ആയത്ത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും ഒരാൾ ആ ആയത്തിൽ മുസ്ലിം ജിന്ന് പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്നോട് ചോദിച്ചു, പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. യാ മഅ്ശറൽ ജിന്ന് എന്ന് പറയുന്നത് ശയാത്തീൻ, കാഫിർ ജിന്നുകളെ കുറിച്ചിട്ടാണ് ആ ആയത്ത് വിശദീകരിക്കുന്നത് മുഴുവനും. ആ ആയത്ത് വിശദീകരിച്ച മുഴുവനും തഫ്സീറുകളിലും പറയുന്നത് കാഫിർ ജിന്നുകൾ ശൈത്താന്മാരെ പറ്റിയിട്ടാണ്. അപ്പൊ പിന്നെ അയാളോട് ചോദ്യം, കാഫിർ ജിന്നുകളോട് ശിർക്കാകാത്ത വസീലത്ത് ശിർക്ക് എന്ന് കിട്ടൂല പതി. ഇതാണ് ഇവരെ കഥ. അള്ളാഹുവിൽ നിന്ന് കൈവിട്ടു പോയാൽ കാറ്റവനെ റാഞ്ചെടുത്തു കൊണ്ടുപോകും. യഥാർത്ഥമായ തൗഹീദി പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ശിർക്കിനെതിരെ ശബ്ദിച്ചിരുന്ന പ്രവർത്തകർ പലരും ഇന്ന് നിശബ്ദരാണ്, ജിന്നിനു വേണ്ടി വാദിക്കുകയാണ്, പൈശാചിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? അന്ധമായ തക്രീദ്. 2012 മുമ്പ് 2009 മുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഏത് ഉയർന്നവൻ സംസാരിച്ചാലും നമ്മൾ അതിനെ ചോദ്യം ചെയ്യാനുള്ളൊരു കഴിവ് മുജാഹിദുകൾക്കുണ്ട് എന്നായിരുന്നു. 2012 ശേഷം മനസ്സിലായി
സമസ്തയെക്കാളും കൂടുതൽ അന്ധമായ തക്രീദ് ചെയ്യുന്നവർ ഈ വിസ്റ്റം വിഭാഗത്തിലുണ്ട്. ഇതിന്നാണ്ട് പോയി അവര്. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്നാണ്ട് പോയി. ചേരേണ്ടടുത്തേ ചേരുള്ളൂ. സഹോദരന്മാരെ, നമ്മൾ വിഷയത്തിലേക്ക് കടന്നു വരിക. മനുഷ്യനോട് മാത്രമേ ഉള്ളൂ. എന്താ തെളിവ്? 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ വചനം. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. മറ്റ് ഏത് സൃഷ്ടികളോട് നടത്തിയാലും അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. മനുഷ്യനോ ഹയ്യും ഹാദിറും ഖാദിറുമായ മനുഷ്യനോടൊഴികെ മറ്റ് ഏത് സൃഷ്ടികളോട് നടത്തിയാലും അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് കേൾക്കണേ. മനുഷ്യന്റെ കഴിവിന്റെ മേഖലക്കപ്പുറത്ത് സഹായം തേടൽ അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ. മനുഷ്യന്റെ കഴിവ് അവസാനിക്കുന്ന മേഖലയിലുള്ള സഹായം തേടേണ്ടത് റബ്ബിനോട് മാത്രമേ ആകാവൂ. ആരാ എഴുതിയത്? ഉമർ മൗലവി എഴുതി വെച്ചതാ. എന്ന് 2012 അല്ല, 2000 മുമ്പ്. 2000 മുമ്പ് ഉമർ മൗലവി എഴുതി വെച്ചതാ. ആർക്കാ തൗഹീദിൽ മാറ്റം വന്നത്? എവിടെ മാറ്റം സംഭവിച്ചത്? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുമ്പോ ശബ്ദം ഉണ്ടാക്കിയതെന്ന് ജിന്നാണെന്ന് ആരാ പറഞ്ഞു കൊടുത്തത്? ആ ജിന്നിനോട് സഹായം ചോദിച്ചാൽ സഹായിക്കാനുള്ള കഴിവ് ജിന്നുകൾക്കുണ്ട് എന്ന് ആരാ പഠിപ്പിച്ചത്? എവിടുന്നേ വന്നത് ഇത്? ചിന്തിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനസ്സിലാക്കി തുടർന്നും സംസാരിക്കേണ്ടതുണ്ട്. ഈ വിഷയം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഈ വിഷയം ദിവസങ്ങളോളം സംസാരിക്കാനുണ്ട്. അതുപോലെ മുസ്ലിം ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വിശദീകരിച്ച മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയ കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ എഴുതി വെച്ചത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാര്യം ഇഷ്ടംകാരെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എത്ര തെറി അഭിഷേകങ്ങൾ നടത്തിയാലും ഇഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങൾ എടുത്ത് പ്രചരിപ്പിച്ചാലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ശബ്ദിക്കാൻ തീരുമാനിച്ച ഒരു വായയെ മൂടിക്കെട്ടാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. യഥാർത്ഥമായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനെയും തടയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അങ്ങനെ ഭയപ്പെടുന്നവരുണ്ട് ആ കൂട്ടത്തിൽ എന്ന് ഞങ്ങൾക്കറിയാം. പലരും ഇന്ന് വിസ്റ്റം എന്ന കൂടാരത്തിൽ നിൽക്കുന്നത് അതിൽ നിന്ന് പോന്നാൽ പല ക്ലിപ്പുകളും പുറത്താകും. സമൂഹത്തിൽ താറടിച്ചു കാണിക്കും വിസ്റ്റംകാർ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഇന്ന് വിസ്റ്റം കൂടാരത്തിൽ നിൽക്കുന്ന പലരുമുണ്ട്. നിങ്ങൾ എത്ര അവഹേളിച്ചാലും സാജിദ് തിരുരങ്ങാടിയെ പോലെയുള്ളവർ, അതെ ഒരു പരിധിവരെ അബ്ദുൾ റസാഖ് സുല്ലമിയെ പോലെയുള്ളവർ സത്യം തുറന്നു പറയുകയാണ്. ഒരു പറ്റം ചെറുപ്പക്കാർ യഥാർത്ഥമായ തൗഹീദിന്റെ മഹനീയമായ ഈ മാധുര്യം ഉൾക്കൊണ്ടുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാജിദ് തിരുരങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദിവസം 20,000-വും 15,000-ത്തിൽ കുറയാതെ വരുമാനമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സാജിദ് തിരുരങ്ങാടി. എല്ലാം വലിച്ചെറിഞ്ഞു. അദ്ദേഹം ആ ജിന്നിറക്കിയിരുന്ന റൂമിൽ പിന്നെ താമസിച്ചിരുന്നത് ഞാനായിരുന്നു. ആ ജിന്നിറക്കിയിരുന്ന റൂമിൽ, ആ പള്ളിയുടെ ആ റൂമിൽ മാസങ്ങളോളം ഈ ഉള്ളവൻ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ട്. എല്ലാം സാജിദ് തിരുരങ്ങാടി വലിച്ചെറിഞ്ഞു. ചങ്ങലക്കെട്ടുകളും നൂലും മന്ത്രത്തിന്റെ മറ്റേ നിങ്ങളുടെ കൈകളിലുള്ള ബദാം പൗഡറും ഒക്കെ അദ്ദേഹം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. നിരന്തരമായി നിറകണ്ണുകളോട് സുജൂദിൽ കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുത്തനെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാൽ ആ മാധുര്യം അവൻ ആസ്വദിക്കുക തന്നെ ചെയ്യും. ഒരുപാട് പേരുണ്ട്
പേരുണ്ട്. വിശുദ്ധത്തിന്റെ അഖീദ പിഴച്ചതാണ്, ഈ വിശ്വാസം തെറ്റാണ് എന്ന് അറിഞ്ഞിട്ട് ANM എന്ന ഈ പ്രസ്ഥാനത്തോടുള്ള അന്ധമായ വിരോധം കാരണം ആ ശിർക്കിന് കൂട്ടുനിൽക്കുന്നവർ. മരണം എന്നതിനെ കുറിച്ച് ഓർക്കുക. അത് സംഭവിക്കാനുള്ളതാണ്. പരലോകം അനുഭവിക്കാനുള്ളതാണ്. പരലോകം അനുഭവിക്കാനുള്ളതാണ്. തുച്ഛമായ ലാഭത്തിന് വേണ്ടിയിട്ട്, കാര്യമില്ലാത്ത വെറുപ്പ് കൊണ്ട് നിങ്ങളെ തൗഹീദിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് എങ്കിൽ വരാനിരിക്കുന്നത് ഭീകരമായ ശിക്ഷയാണ്. ആ തിരിച്ചറിവ് യഥാർത്ഥമായ തൗഹീദി പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളെ തിരിഞ്ഞു നടത്തിപ്പിക്കുമാറാകട്ടെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വിശദീകരിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ ആയത്ത് വിശദീകരിക്കേണ്ടതുണ്ട്. സമയം അവസാനിച്ചിട്ടില്ല. തുടർന്നു എനിക്കറിയാവുന്ന ചില സത്യങ്ങൾ, ഞാൻ പഠിച്ചറിഞ്ഞ ചില സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയേണ്ടതുണ്ട്. പറയണം. ഇന്നല്ലെങ്കിൽ നാളെ, അതല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് ഞാൻ ഉത്തരം നൽകുകയാണ് എങ്കിൽ റബ്ബിന്റെ മുന്നിൽ എനിക്ക് പറയണം, റബ്ബേ, ഞാൻ അറിഞ്ഞ സത്യം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണം. പരിമിതമായ അറിവും പരിമിതമായ കഴിവും മാത്രമുള്ള എനിക്ക് ഒരുപാട് വിശദീകരിച്ച് അതിന്റെ ആന്തരികമായ വശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ള കഴിവ് എനിക്കില്ല. നിങ്ങൾ കണ്ടെത്തുക. അലർന്നു കിടന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് പറയുക, റബ്ബേ, ഹക്കിന്റെ പാതയിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ. ആ റബ്ബ് നിങ്ങളെ എത്തിക്കും യഥാർത്ഥമായ തൗഹീദിലേക്ക്. പലരുടെയും മനസ്സ് പിടക്കുന്നുണ്ട്, പലർക്കും അറിയാം. പക്ഷേ ഈ പ്രസ്ഥാനത്തോടുള്ള അന്ധമായ വിരോധം മാറ്റിവെക്കുക. ലക്ഷ്യം പരലോകം മാത്രമാണ്. സംഘടന ഈ ദുനിയാവിൽ പ്രവർത്തിക്കാനുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് യഥാർത്ഥമായ തൗഹീദ് ഉൾക്കൊള്ളുക. ഇൻഷാ അല്ലാഹ് നാളെ ഇതിന്റെ ബാക്കിയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് ബോധ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.